എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, സമയം ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഇനിയിപ്പോൾ നമുക്ക് ഫ്യൂച്ചർ നോക്കണം, ഇൻഡെക്സ് നോക്കാം. ഇൻഡെക്സ് നോക്കിയിട്ട് ബാക്കി മുമ്പോട്ട് പോകാം. ജസ്റ്റ് 51 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളൂ. ഒരു വലിയ മൂവ്മെൻ്റ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രെൻഡ്, ഇന്നലത്തെ വീഡിയോയിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ. മാർക്കറ്റ് നിലവിൽ സമയം കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോയിട്ട് മാർക്കറ്റ് 25,236 എത്തും എന്നാണ് ഇന്നലെ നമ്മൾ വൈകിട്ടത്തെ വീഡിയോ ഇന്നത്തേക്ക് പോസ്റ്റ് ചെയ്തേക്കണേൽ പറഞ്ഞിരിക്കണേ. അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഒരു കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് 25,206 മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. 25,206 പ്ലസ് 51 പോയിൻ്റാണ്. അപ്പോൾ 25,155 അല്ലല്ലോ, കുറഞ്ഞു പോയോ? 25,206 പ്ലസ് 51 പോയിൻ്റ് അല്ലേ, 51. അപ്പോൾ 52 പോയിൻ്റ് റൗണ്ട് ചെയ്ത് കൂട്ടാം. 25,258 എന്ന് പറയുമ്പോൾ 263 ആ ഒരു ലെവലിലേക്ക്, അതായത് ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഇവിടെ ഉണ്ട്. അതായത് കഴിഞ്ഞ മിനിഞ്ഞാന്നത്തെ, അതായത് ഇന്ന് വ്യാഴം, ഇപ്പോൾ ബുധൻ, ചൊവ്വാഴ്ചത്തെ അവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് വിത്ത് 25,263 എന്നുള്ള ഒരു ലെവലിൽ മാർക്കറ്റ് നിൽപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് പോയതായിരിക്കാം. അപ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ലൊരു മൂവ് നമുക്ക് ശ്രദ്ധിച്ചാൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് എവിടെ കറങ്ങി തിരിഞ്ഞു പോയാലും ഒരു 5 ദിവസം കൊണ്ട് 25,330 ഭാഗത്തേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നതേ ഈ ഒരു ലെവലിലേക്കാണ്. അപ്പോൾ പക്ക കൺസോൾട്ടേഷൻ 2 സ്ഥലത്തുണ്ട്. അതായത് 25,236 25,263 പക്ക കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ഈ കൺസോൾട്ടേഷൻ, അതായത് 25,263 കൺസോൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 25,288 ഇട്ട്, അത് ഉച്ചയ്ക്ക് ചിലപ്പോൾ ലോട്ടറി കോൾ പോലെയൊക്കെ വന്നാൽ
മാർക്കറ്റ് 25,330 പോകും. അപ്പോൾ ആ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടാവും, നമുക്ക് മാത്രമല്ല കംപ്ലീറ്റ് ആളുകൾക്കും ആ ഒരു പ്രതീക്ഷ ഉണ്ടാവും. നമ്മുടെ പ്ലാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 25,263 ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് വരും. ഇപ്പം നിലവിലത്തെ കണ്ടീഷനാണെങ്കിൽ മാർക്കറ്റ് 25,244 മുകളിലാണ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 15 മിനിറ്റ്സ് ക്യാൻഡിലിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ 25,263 കൺസോളേഷൻ, ലോ ബ്രേക്ക് ചെയ്താൽ 25,236 കൺസോളേഷൻ, 10-30 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. അതിനിടക്കായിരിക്കും മാർക്കറ്റ് ഇന്ന് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ആ 15 മിനിറ്റ്സിൻ്റെ ക്യാനിൽ ഒരു 3 എണ്ണത്തിന് ശേഷം 10:15 ശേഷം മാർക്കറ്റ് ഡൗൺ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ താഴത്തെ ഗ്യാപ്പ് ഫില്ലിങ്, അല്ലാന്നുണ്ടെങ്കിൽ 25,282 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് 25,333 മാർക്കറ്റ് പോകുന്നത്. അത് പ്ലാൻ എ ആണ്. പക്ഷെ മെജോറിറ്റി ആൾക്കാരും ആ ഒരു ചിന്ത വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് മാക്സിമം ഇന്ന് ഡി കെ അടിച്ച് ആ മൂവ്മെൻറ്റ് ചിലപ്പോൾ നാളത്തേക്കോ തിങ്കളാഴ്ചത്തേക്കോ വേണ്ടി മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന സ്ഥലത്തേക്ക് 5 ദിവസം കൊണ്ടെന്ന് പറയുമ്പോൾ 1, 2, 3, മൂന്നാമത്തെ ദിവസം ഇവിടെ, നാലാമത്തെ ദിവസം ഇവിടെ, അഞ്ചാമത്തെ ദിവസം ഇവിടെ, അങ്ങനെ കണക്ക് കൂട്ടിയാലും അടുത്ത തിങ്കളാഴ്ചയോടുകൂടി വരാനുള്ള പോസിബിലിറ്റി ആണെങ്കിൽ തന്നെ ഇന്നത്തെ എക്സ്പയറി എടുത്തിട്ട് കാര്യമില്ല. ഓവർനൈറ്റ് ഹോൾഡൊക്കെ ആണെങ്കിലാണ് നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. എനിവേ നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാറില്ല. അപ്പോൾ 9:12 അപ്പോൾ ഇതാണ് മെജോറിറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഫ്യൂച്ചറിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ഫ്യൂച്ചറിൽ നമ്മൾ സെക്കൻഡ് സ്ക്രീനിൽ 30 മിനിറ്റിൻ്റെയും 15 മിനിറ്റ്സിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 30 മിനിറ്റിൽ 25,269 SMA ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിലവിൽ നിൽപ്പുണ്ട്. 15 മിനിറ്റ്സിലും RSI അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. ഇത് ക്രോസ് ഓവർ വരാതെ നമുക്ക് രക്ഷയില്ല. അപ്പം നമുക്ക് 51 പോയിൻ്റ് സ്ട്രൈക്ക് പ്രൈസ് മൂവ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് 51 പോയിൻ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡെൽറ്റ വാല്യൂ ഇത്തിരി കൂടുതലെടുക്കണം. അപ്പോൾ 195 അതാണ് കിടക്കുന്നത്. സ്ട്രൈക്ക് ഞാൻ നേരത്തെ എടുത്ത് ഇട്ടിട്ടുണ്ട്. 25,000 സി പിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന 142, 228 പി ആണ് കിടക്കണേ. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് നല്ല മെൽറ്റിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് കാര്യമായിട്ട് പോകരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ചെറിയ സ്ട്രൈക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ 2 മിനിറ്റിൻ്റെ ക്യാൻഡലിൽ മാർക്കറ്റ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കിടക്കണമെന്ന് വെച്ചാലും പിയുടെ അടിസ്ഥാനത്തിലാണ് 2ൻ്റെ ക്യാൻഡിൽ കിടക്കണേ, 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കിടക്കണേ. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വളരെ ലോവിൽ സപ്പോർട്ട് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് 134 2 മിനിറ്റ് ക്യാൻഡിൽ സപ്പോർട്ടായിട്ട് കിടക്കുന്നത് പി കിടക്കുന്നത്. ആ 134 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് റിവേഴ്സ് ആയാലും ഈ 134 യെല്ലോ ലൈനും ആയിരിക്കും നമ്മളുടെ ടാർഗറ്റായിട്ട് നമ്മൾ കണക്കൂട്ടി വെച്ചേക്കുന്നത്. പിന്നെ താഴത്തോട്ട് പോയാലോ നമ്മൾ വരച്ച ലൈനും ഏകദേശം ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കൂടെ ഉണ്ട്, 131 അതായിരിക്കും മാർക്കറ്റിൻ്റെ ടാർഗറ്റ്. അപ്പോൾ സിയിൽ 51 പോയിൻ്റാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞേക്കണേ. അതിൻ്റെ ഹൈ എന്ന് വെച്ചാൽ 219 സിയുടെ ഹൈ. അത് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പോകത്തുള്ളൂ. ആ ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ടേക്കാം, 285 ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ ഒരു ട്രിഗർ പ്രൈസ് കൂടെ ഉണ്ട് 212, അതും ഓൾറെഡി അവിടെ കിടക്കട്ടെ. ബ്രേക്കിങ്ങിനുള്ള പോയിൻ്റാണ് 212, 9:14 ആയിട്ടുണ്ട്. 212 ബ്രേക്ക് ചെയ്താൽ 285 പതുക്കെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. $235 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 252 സി പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാപ്പ് ഫില്ലിങ് 285 സി കിടക്കുന്നത്. അപ്പോൾ 212 താഴത്തോട്ട് വന്നാൽ മാത്രമായിരിക്കും സിയുടെ ഒരു ഡൗൺ. ഇപ്പോൾ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ 238 238 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പോകാൻ പോകുന്നത് 250 250, 51 ആ ലെവൽ ബ്രേക്ക് ചെയ്താലാണ് സി 285 പോകത്തുള്ളൂ. ഓൾറെഡി ഫ്യൂച്ചറിലും എനിക്ക് തോന്നുന്നു ഇൻഡെക്സിലും ഗ്യാപ്പ് ഓൾറെഡി ഫില്ലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
പിയിൽ നമ്മൾ 102 മേളിലോട്ടൊക്കെ വന്നാൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. 244. എൺപത്തഞ്ച് ഒരു സപ്പോർട്ട് സോണാണ് പി നിൽക്കുന്നത്. കുറച്ചും കൂടെ ഒന്നിറങ്ങിയാൽ ഒരു 79 ഭാഗത്തേക്കൊക്കെ വരാമെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്യാൻഡിലിൽ 85 സപ്പോർട്ട് സോണാണ് പിയെ സംബന്ധിച്ച്. പിയിൽ കുറച്ച് മൂവ്മെൻറ്റ് വരും, സ്വാഭാവികം. അപ്പം അത് നമുക്ക് പിയുടെ സ്ട്രൈക്ക് ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. ഡെൽറ്റ വാല്യൂ കുറവാണ്. അപ്പോൾ പിയിൽ നമുക്ക് അത് തന്നെ ഉള്ളൂ. 123 350 അത് തന്നെ മതി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റോപ്പ് ലോസ് ഏരിയ 78 പിയുടെ. എന്നുവെച്ചാൽ അതിന് താഴത്തോട്ട് പോയാലേ മെൽറ്റ് ആവത്തുള്ളൂ. പി 78 താഴത്തോട്ട് പോയി കഴിഞ്ഞാലേ മാർക്കറ്റ് മെൽറ്റ് ആവത്തുള്ളൂ. ഏകദേശം നമ്മൾ ഏതിലാണ് 38 44 വരെ വന്നുള്ളൂ. നമ്മൾ പറഞ്ഞത് എത്രയിലായിരുന്നു സിയുടെ ആ ഒരു ലെവൽ പറഞ്ഞത്? 30 മിനിറ്റിൽ ഇപ്പോൾ താഴത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. പിയിലേക്ക് കുറച്ച് വരണം, കാരണം RSI 25 347 ഓൾമോസ്റ്റ് ഹിറ്റായി നിൽക്കുകയാണ്. ഇപ്പോൾ 85 ആ സപ്പോർട്ടിലാണ്. എന്തെടുക്കുന്നത്? പി റിവേഴ്സ് വരുന്നത് 85 സപ്പോർട്ടിലാണ്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് 79. പിന്നെ ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത്. 102 കൺസോൾട്ടേഷൻ സോണാണ് പിയെ സംബന്ധിച്ച്. അവിടെ തന്നെ കുറച്ച് നേരം ഇന്നിങ്ങനെ നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ. 79 താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മെൽറ്റിങ്ങിലേക്ക് പി പോവും. പിയിലേക്ക് കുറച്ച് മൂവ്മെൻറ്റ് വരാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ താഴത്തെ ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പിയിൽ കുറച്ച് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. സിയിൽ 245 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 258 ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ആദ്യത്തെ 15 മിനിറ്റ് ഭയങ്കര ക്രൂഷ്യലാണ്. നമ്മുടെ ഇൻഡെക്സിൻ്റെ അടുത്തൊന്ന് നമുക്ക് നോക്കാം. ഇൻഡെക്സിൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചേക്കണമെന്ന് നോക്കണമല്ലോ. അതായത് ഡബിൾ കൺസോൾട്ടേഷൻ സോൺ, അതായത് മേളത്തെ കൺസോൾട്ടേഷൻ ഓൾറെഡി കഴിഞ്ഞു. ഇനി താഴത്തെ ഈ ഒരു വൈറ്റ് ലൈനും കൂടെ ഹിറ്റ് ചെയ്യാനായിട്ട് വരാനുണ്ട്. അതും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ. അതുകൊണ്ടാണ് പിയിൽ ആ 85 സപ്പോർട്ട് എടുത്തിട്ടുള്ള മൂവ്മെൻറ്റ് ഓൾറെഡി കിട്ടിയത്. 102 കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് വരുന്നത്. 245 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതില്ല. കാരണം വന്നാലും 245 വരെ മാർക്കറ്റ് വരത്തുള്ളൂ. കാരണം പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. നല്ല കൺഫേം ആയിട്ടുള്ളൊരു മൂവ് കിട്ടണമെങ്കിൽ 245 ബ്രേക്ക് ചെയ്താൽ 259 ഒരു 12 പോയിൻറ്റ്, അത് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ മാത്രമാണ് 285 മാർക്കറ്റ് പോവുള്ളൂ. പക്ക കൺസോൾട്ടേഷൻ സോണാണ്. രാവിലെ ഡബിൾ കൺസോൾട്ടേഷനാണ്. കാരണം ഈ വൈറ്റ് ലൈൻ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടൽ നടക്കുകയില്ല. എല്ലാം സ്റ്റോപ്പ് ലോസും ഈ പറഞ്ഞ പോലെ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. പിയിൽ മൂവ്മെൻറ്റ് വരും, കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പിയിൽ കുറച്ച് മൂവ്മെൻ്റ് ഒക്കെ വരണം. നമുക്കിന്നും രാവിലെ തന്നെ സ്കാൽപ്പ് ചെയ്ത് കുറച്ചൊക്കെ എടുക്കാം. അതിന് ഉച്ചയ്ക്ക് ശേഷം നല്ല ലോട്ടറി കോളൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ചാടിപ്പിടിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ക്യാൻഡലിൻ്റെ ഹൈ തിരിച്ച് റിവേഴ്സ് വരും, കാരണം ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് റിവേഴ്സ് ആയാലും വരാനുള്ള പോസിബിലിറ്റി 245 ബ്രേക്ക് ചെയ്താൽ 258 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 285. അതിൻ്റെ ഇടയ്ക്ക് മൂവ്മെൻറ്റും പോയി. സമയത്ത് ഡബിൾ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് കളിക്കുന്നത്. പിയിലേക്ക് മൂവ്മെൻറ്റ് വരും, ഇത്തിരി തിരക്കൊന്നും പിടിക്കണ്ട. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടിയത് ഇനി സീനെ സംബന്ധിച്ച് അടുത്ത സ്റ്റെപ്പ്, അതായത് നമ്മൾ പറഞ്ഞത് 244 ബ്രേക്ക് ചെയ്താൽ 258 ആ ഒരു മൂവ്മെൻ്റ് ആദ്യം കഴിഞ്ഞു. ഇനി 260 ബ്രേക്ക് ചെയ്താൽ 258 ഒരു മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുന്നത്. 79 താഴത്തോട്ട് പോയാൽ മാത്രം പി ഡൗൺ ആവത്തുള്ളൂ. 100 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ എങ്ങോട്ട് വരും? 100 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി എഗെയിൻ 104 ഭാഗത്തേക്ക് വരും. RSI പിയിലേക്ക് ഡൈവർജൻസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ പൊട്ടുംപൊടി നമുക്കിവിടെ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഇനി വരാൻ പോകുന്ന സ്റ്റോപ്പ് ലോസിന് ഇടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെറിയ സ്കാൽപ്പിംഗ് പോയിന്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. കാരണം ഇവിടെ ഹയർ വീക്ക് ഓൾറെഡി ഇടാണ്ടിരുന്നത് കൊണ്ടാണ് മാർക്കറ്റ് റിവേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ക്യാൻഡിലോ ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ ക്യാൻഡിൽ മേളിലോട്ട് പോയിട്ട് അടുത്ത ക്യാൻഡിൽ തിരിച്ച് താഴത്തോട്ട് വരണം. 100 ബ്രേക്ക് ചെയ്താൽ 103 മൂവ്മെൻ്റ് ഉണ്ട്. ആ 103 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 131 ആ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യും. കുറച്ച് കഴിയും. നമ്മൾ 10:15 പറഞ്ഞിരിക്കുന്നത്, ഒരു ബ്രേക്കൗട്ടിൻ്റെ ടൈം നമ്മൾ പറഞ്ഞിരിക്കുന്ന 10:15. അപ്പോൾ അതുവരെ നമുക്ക് സ്കാൽപ്പ് ചെയ്താണെങ്കിലും അത്ര നല്ലതല്ലേ പോയിന്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ആകെ കൺഫേം ഉണ്ടായിരുന്നത് ഈ ഭാഗത്ത് തട്ടിയപ്പോൾ അവിടെ നിന്ന് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് 243 ഇട്ടും 258 നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഹൈ പോയേക്കണ 259. ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അത് ചെന്ന് ഇടിച്ചേക്കണേ. അപ്പോൾ 240 നിന്നാണെങ്കിലും 20 പോയിൻ്റാണ് കേട്ടോ ഈ ഒരൊറ്റ ക്യാൻഡിൽ മൂവ് ആയിരിക്കണേ. 230 മുതൽ 259 വരെ 29 പോയിൻ്റ് ഈ ഒരൊറ്റ ക്യാൻഡിൽ മൂവ് ആയിട്ടുണ്ട്. അത് ഒരു മൈൻഡ് സെറ്റൊക്കെ കറക്റ്റാണ്. ആവശ്യത്തിൽ കൂടുതൽ ധൈര്യം ഉണ്ടെങ്കിലൊക്കെയാണ് അതൊക്കെ നമുക്ക് എടുത്തിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. പിയിലേക്ക് RSI ഡൈവർജൻസ് ആയി വരുന്നുണ്ട്. നമ്മൾ പിയിലേക്ക് എന്തായാലും ഒരു മൂവാണ് കുറച്ച് നേരത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടക്ക് സിയിൽ കുറച്ച് സ്കാൽപ്പ് ചെയ്തൊക്കെ പോയിന്റ് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. $79. 85 79നും ഇടയ്ക്ക് ക്യാൻഡിൽ ക്ലോസ് ആയി. നെക്സ്റ്റ് ക്യാൻഡിൽ 79ൻ്റെ താഴത്തോട്ട് പോയാൽ മാത്രമാണ് പിയിൽ ഒരു ഡൗൺ വരുള്ളൂ. അത് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, ഒരു വര വരച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ്, ഇന്നത്തെ സാഹചര്യത്തിൽ DK വാല്യൂവിൻ്റെ വിഷയമുള്ളത് കൊണ്ട് ഇവിടെ വിക്ക് അടുപ്പിക്കും. ആ വിക്ക് 75 വരെ വരാം. ആ 75ലേക്ക് അതിന് താഴത്തോട്ട് ക്യാൻഡിൽ കൺഫേം ആയിട്ട് പോയാൽ മാത്രമാണ് പിയിൽ നമുക്കൊരു മെൽറ്റിങ്ങിലേക്ക് പോകും എന്നുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. കാരണം 79 മേജർ സപ്പോർട്ട്, അല്ല 85 നിലവിലുള്ള സപ്പോർട്ട്, അതിന് താഴെയുള്ള സപ്പോർട്ട് 79, അതിന് താഴെയുള്ളത് 75. ഈ 3 സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് പിയിൽ താഴത്തോട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ പിയിൽ തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കണം കുറച്ച് നേരത്തേക്ക്. കാരണം 50 മിനിറ്റ്സ് ഒക്കെ ഓൾറെഡി അപ്പർ ലെവലിലാണ് നിൽക്കുന്നത്. മേളിലത്തെ ഭാഗവും ക്ലിയർ ചെയ്തു, പിയിൽ ഇനി താഴത്തെ ഭാഗം ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിയും പിയും മാറി 10:15 വരെ പരീക്ഷിക്കുന്നത്. ഓൾറെഡി 105, ഓൾറെഡി എത്ര വരെ എത്തി? 131 ആ ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. പക്ഷെ പതുക്കെ പോട്ടെ. $133 SMA കിടപ്പുണ്ട്. നമ്മൾ 131 വരച്ചു വെച്ചത്. അതിൻ്റെ ഹൈ ട്രിഗർ ചെയ്തേക്കണം 130 വരെയാണ്. പക്ഷെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. $31 അതിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 10 പോയിൻ്റൊക്കെ, അത് ഭയങ്കര സ്പീഡായിരുന്നു 131 എന്നുള്ളത്. അത് കറങ്ങിത്തിരിഞ്ഞ് അവിടെ പോയി ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇത് സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ്, ഈ ഒരു വൈറ്റ് ഡോട്ടിൽ സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അവിടം വരെ പകുതിക്ക് പോയിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ അത് മഞ്ഞ ലൈനിലേക്ക് മുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ 131 മുട്ടേണ്ടതായിരുന്നു. കാരണം ഇവിടുത്തെ ക്യാൻഡിലും ലെങ്തി ക്യാൻഡിലാണ്.
എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് ട്രെയിൽ ചെയ്തൊക്കെ ലോക്ക് ചെയ്തിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 131.75 എത്തുമെന്ന് നോക്കാം. RSI അനുകൂലമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതായത് ആദ്യം പോയി നോക്കും, എന്നിട്ട് രണ്ടാമത് ആൾക്കാരെ കൊണ്ട് പുറകെ പോകും. അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പോയി ഒരാൾ നോക്കിയിട്ട് വരും, അതിനുശേഷം ആ ഭാഗത്തേക്ക് രണ്ടാമത് പോയി നോക്കുന്ന ലെവലിലേക്ക് ഏകദേശം മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് 205 ഒരു സപ്പോർട്ട്. പക്ഷേ ആ ഏത് നിമിഷവും തിരിച്ചൊരു വലിവ് വരും. കാരണം സീല് ആ ക്യാൻഡലിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വളരെ സ്ട്രോങ് ആണ്. അതൊരു ലോവർ വിക്ക് വന്നാലും മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 196. അപ്പോൾ നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോവിലേക്ക് മാക്സിമം കയറ്റി ലോക്ക് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഒന്ന് ഹിറ്റ് ചെയ്ത് അപ്പം തന്നെ അടിച്ച് റിവേഴ്സ് മുകളിലോട്ട് പോകും. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് ഹൈ വോൾട്ടാലിറ്റി ആയിരിക്കും മാർക്കറ്റിൽ, ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ 131 മുകളിലോട്ട് പോയാൽ ചെറിയൊരു ഗ്യാപ്പ് ഫില്ലിങ്ങും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിയിൽ 205.84 നിലവിലുള്ള സപ്പോർട്ട് സോൺ. ആ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ 197 ഒരു ഫാള്. ആ 197 സി ഫാളായി കഴിയുമ്പോൾ PE ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മുകളിലോട്ട് പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്യാൻഡിലിൽ 130.90, നമ്മൾ 131.75. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തണം. നമ്മൾ വരക്കുന്ന വരകൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട കാര്യമില്ല. ചെറിയ വ്യത്യാസങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ 30 മിനിറ്റിലും 15 മിനിറ്റ്സിലും ഫ്യൂച്ചറിൽ ഒരു ടിപ്പിലാണ് വന്ന് നിൽക്കണേ. അതായത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഹൈയിലാണ് വന്നിട്ട് റിവേഴ്സായി നിൽക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലും ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റ്സിൻ്റെ ചാർട്ടിലും 30 മിനിറ്റിൻ്റെ ചാർട്ടിലും ഇന്നലത്തെ ഹൈയിലാണ് മാർക്കറ്റ് വന്ന് ടിപ്പ് ചെയ്തത്. ആ ടിപ്പ് ചെയ്ത സ്ഥലത്താണ് കറക്റ്റ് നമ്മൾ 131 വരച്ച് വെച്ചത്. അതിൻ്റെ മുമ്പുള്ള ക്യാൻഡിലിൽ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 131.75 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. സ്റ്റിൽ RSI Pയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ സിയിലേക്ക് ഒരു സ്കാൽപ്പിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 217 ബ്രേക്ക് ചെയ്താൽ 221, ഒരു 4 പോയിന്റ് കിട്ടും. ഒരു 218, 3, 21 അത്ര ഉള്ള പോയിൻ്റൊക്കെയാണ് സിയിൽ കിട്ടത്തുള്ളൂ. 12 നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 216. 217 മുതൽ 21 വരെ, 21, 22 വരെ. അതാ മാത്രമാണ് സിയിൽ കിട്ടുവാണെങ്കിൽ ഒരു സ്കാൽപ്പിങ്ങിൽ കിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് റിവേഴ്സ് വരും, അതിനുള്ള സൂചന ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര പോയിന്റ് കിട്ടി? ഒരു 4 പോയിന്റ് ഇപ്പുറത്ത് കിട്ടിയില്ലേ കൺഫേം ആയിട്ട്? ഞാനതൊരു 3-4 മാസമായിട്ടുള്ളൂ ഇതൊരൊന്ന് പരീക്ഷിച്ച്, ഈ ഒരു സ്ട്രാറ്റജി സ്കാൽപ്പിങ്ങിന് വേണ്ടി പരീക്ഷിക്കുന്നു. അതെന്തായാലും സക്സസ് ആണ്. അത് എൻ്റെ ഹൈ എത്ര വരെ പോയിട്ടുണ്ട്? 222 വരെ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഹൈ എത്രയാണ്? 221.60. അപ്പോൾ എത്ര പോയിന്റ് അവിടെ കിട്ടി? ആർത്തി കാണിച്ചാൽ പോയി. നേരെ മറിച്ച് 216 മുതൽ 221, ഒരു 5 പോയിന്റ് അവിടെ കിട്ടി. നമ്മൾ പറഞ്ഞത് പിയിലാണ് മാർക്കറ്റ്, അതിൻ്റെ ഇടയ്ക്ക് സിയിൽ ചെറിയൊരു പോയിന്റ് സ്കാൽപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാമെന്നാണ് പറഞ്ഞത്. 131 ബ്രേക്ക് ചെയ്താൽ എങ്ങോട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്? 138. അത് എത്ര സ്ഥലം വരെ ഒരു ക്യാൻഡിൽ മൂവ് ചെയ്ത് പോകും, അത് കഴിഞ്ഞാൽ റിവേഴ്സ് ആവും. അപ്പോൾ അവിടെ ആ ഒരു സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള 4 പോയിന്റേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഹോൾഡ് ചെയ്യണമെന്നോ സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 216, 17 222 വരെയുള്ള ഒരു 6-5 പോയിന്റ്, 4 പോയിന്റ്, 5 പോയിന്റ് കിട്ടും. അപ്പോൾ അത് അവിടെ അങ്ങനെ വന്നുകൊണ്ടാണ് പിയിൽ ഒരു റെഡ് ക്യാൻഡിൽ വന്നത്. മനസ്സിലായോ? ടാർഗറ്റ് 131.75 അനദർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിലവിലുള്ള ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്ത് അടുത്ത വൈറ്റ് പോയിന്റിലേക്കുള്ള ഒരു സ്കാൽപ്പിംഗ് 227, അതും ബ്രേക്ക് ചെയ്താൽ 237 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ
ഈ ടിപ്പ് വന്ന് ഇടിച്ചിരിക്കുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഡേയുടെ ഹൈയിലാണ് ടിപ്പ് വന്ന് ഇടിച്ചിരിക്കണേ. അതുകൊണ്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആയത്. അതൊന്നും കൂടെ നെക്സ്റ്റ് ടൈമിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി താഴത്തോട്ട് വരും. 15 മിനിറ്റ്സിലും അത് തന്നെയാണ് അവസ്ഥ. പ്രീവിയസ് ആയിട്ടുള്ള ഡേയുടെ ഹൈയിലാണ് റിവേഴ്സ് ആയിരിക്കണത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്താക്കിയത്, ഇവിടെ 131 ടാർഗറ്റ്. സാധാരണ നമ്മൾ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് പ്രതീക്ഷിക്കാറ്. അപ്പം എന്തുകൊണ്ട് ഗ്യാപ്പ് ഫില്ല് വെച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുമ്പ് നമ്മൾ എന്തുകൊണ്ടൊരു ലെവൽ വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റിൻ്റെ ക്യാൻഡലിൽ ആ ക്യാൻഡലിൻ്റെ ലോ വന്നേക്കണത് 138ആണ്. അത് ഞാൻ ജസ്റ്റ് 5 മിനിറ്റിലേക്കൊന്നാക്കാം. 138 എന്നുള്ളതിൻ്റെ ലോ വന്നേക്കണത് 138 തന്നെയാണ്. അത് 50 മിനിറ്റ്സിലേക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോ വന്നേക്കണത് ഈ ക്യാൻഡലിൻ്റെ ഹൈ ലെവൽ ചെയ്തിട്ടാണ്. ഇതിപ്പോൾ സ്ട്രൈക്ക് ആയതുകൊണ്ടാണ് ചെറിയ ഗ്യാപ്പ് വരുന്നത്. പക്ഷെ നേരെ മറിച്ച് അത് ഫ്യൂച്ചർ ഇൻഡെക്സ് ആണെങ്കിൽ ഓൾറെഡി ആ ഒരു ഡേ ഹൈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഈ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ഡോട്ടാണ് പറഞ്ഞത്. പക്ഷെ അങ്ങോട്ടങ്ങ് എത്തിയിട്ടില്ല, ജസ്റ്റ് മിസ്സിലാണ് അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു വന്നത്. എന്തായാലും നമുക്ക് ഇനി 10:15 കഴിഞ്ഞിട്ട് നോക്കാം. 9:34 ഇനി ഒരു 9:45 ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത മൂവ്മെൻറ്റ് നോക്കിയാൽ മതി. അപ്പോൾ 2 മിനിറ്റിൽ എന്തുകൊണ്ടാണ് ഈ ഗ്രീൻ ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് വൈറ്റ് ഡോട്ട് ടച്ച് ചെയ്യാമെന്ന് വെച്ചാൽ, പിയിൽ വൈറ്റ് ഡോട്ട് ടച്ച് ചെയ്തു, അതുകൊണ്ടാണ് സിയിൽ വൈറ്റ് ഡോട്ട് ടച്ച് ചെയ്യാൻ. അപ്പോൾ ഒരു സിംഗിൾ ചാർട്ട്, ഞാനിപ്പോൾ ഒരു വർഷത്തിന് മുമ്പ് സിംഗിൾ ചാർട്ടിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സിംഗിൾ ചാർട്ടിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ഈ വൈറ്റ് ഡോട്ട് എത്തിയില്ലല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെട്ടിരിക്കും, അവിടെ മുട്ടിയില്ലല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെട്ടിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് മുട്ടിയില്ല എന്നുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ പുറകെ യാത്ര ചെയ്താണ് ഞാൻ ഡബിൾ ചാർട്ട് ആക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്താ, ഇവിടെ ഓൾറെഡി വൈറ്റ് ഡോട്ടിൽ മുട്ടിയിട്ടുണ്ട്, ഇപ്പുറത്ത് വൈറ്റ് ഡോട്ടിൽ മുട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടം വരെ പോകാനുള്ള ചാൻസസ് ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. അതനുസരിച്ചിട്ട് നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റിലോ അല്ലാത്ത ഭാഗത്തേക്കോ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ എഗെയിൻ 130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി നമുക്ക് RSI ക്രോസ് ഓവർ ആവുന്ന വരെ പിയിൽ തന്നെയാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഈ RSI ഹൈവേയിലേക്കൊക്കെ കയറിയിട്ടുണ്ട്, കുറേ നാളായി ഹൈവേയിൽ വണ്ടി കയറിയിട്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഹൈവേയുടെ കാര്യം ഞാൻ പറയുന്നുണ്ടെങ്കിലും ഹൈവേയിലേക്ക് വണ്ടി കയറിയിട്ട് കുറേ ആയി. അപ്പോൾ 130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 137ലേക്ക്, 137 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 165ലേക്ക്, 165 ബ്രേക്ക് ചെയ്താൽ 192ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. എനിവേ ഞാൻ വീഡിയോ കുറച്ച് നേരം പോസ് ചെയ്യാം, റെസ്റ്റ് എടുക്കട്ടെ. ഇവിടെ 205ലാണ് മേജർ ബ്രേക്കൗട്ട് പൊസിഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ പൊസിഷൻ 196ലേക്ക് വരികയാണെങ്കിൽ പിയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പോകും. RSI ഹൈവേയിലേക്ക് കയറാൻ തയ്യാറായിട്ടാണ് പി നിൽക്കുന്നത്. 130, 131 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ സെക്ഷൻ 137ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നൂറ്റി 131 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോൾ വൈറ്റ് ഡോട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. എവിടെയാണ് ഇനി 222 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു മടക്ക് കാണിക്കുന്നുണ്ട്, RSIയിൽ ചെറിയൊരു മടക്ക് കാണിക്കുന്നുണ്ട്. ഇതൊരു എൻഗൾഫിങ് ക്യാൻഡിലാണ്, പക്ഷെ ക്രോസ് ഓവർ കിട്ടാത്ത കാരണം ഒരു മടുപ്പിൽ ഞാൻ നിൽക്കുകയാണ്. ശരിക്കും ഇതൊരു റിവേഴ്സ് സൈനാണ്. പിന്നെ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ഓക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. റിസ്ക് ആണ്, കാരണം RSI ഒരു മടക്ക് ക്രോസ് ഓവർ അങ്ങനെ ഒന്നും തന്നിട്ടില്ല. പിന്നെ റിസ്ക് എടുക്കാൻ പറയാനും ബുദ്ധിമുട്ടാണ്, കാരണം ഇത്രയും പോയിന്റ് കിട്ടിയത് കാരണം റിസ്ക് എടുക്കാനും പറയാനും ബുദ്ധിമുട്ടാണ്. 200 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകുന്ന ഒരൊറ്റടിക്ക് സാധനം 177ലേക്ക് ഫാളാവും. അത് 177ലേക്ക് ഫാളാവുമ്പോൾ 130 മുതൽ 137 വരെ. അപ്പോൾ ഇത് 10 പോയിന്റ് പോയാലും അപ്പുറത്തത്
10 പോയിന്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഡെൽറ്റ വാല്യൂ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം ക്രോസ് ഓവറും കൂടെ വരാത്തത് കാരണം ഒരു മനസ്സിനൊരു സുഖമില്ല അവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട്. കാരണം RSI ക്രോസ് ഓവറിൻ്റെ സൂചന തന്നിട്ടേ ഉള്ളൂ, പക്ഷേ ക്രോസ് ഓവർ ആയിട്ടില്ല. അതാണ് അവിടെ റിസ്ക് എടുക്കാനായിട്ടൊരു മടി. പിന്നെ രണ്ടാമത്തെ കേസ് സിയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, പിയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല 137. കാരണം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചിലപ്പോൾ നമ്മളെ ട്രാപ്പ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. പോയിന്റ് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ചാർട്ട് ട്രാപ്പിലാക്കും. മനസ്സിന് ധൈര്യമില്ലാത്തൊരു എൻട്രി എനിക്ക് പറയാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് റിസ്ക് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിന് ഒരു ഉൾവിളി വന്നിട്ടുണ്ട്. ആ പോക്ക് കണ്ടിട്ട് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നണില്ല എന്നുള്ള കാര്യത്തിൽ. ഒരു ക്രോസ് ഓവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിയിലേത്തോട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും. കാരണം ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലും ഈ SMA താഴെയാണ് നിൽക്കുന്നത്. 30 മിനിറ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും 50 മിനിറ്റ്സിനെ നോക്കിയിട്ടാണെങ്കിലും 10:15 കഴിയട്ടെ. എന്തായാലും 2 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒരു അറ്റംപ്റ്റും കൂടെ നടത്താം. നൂറ്റി 131 ബ്രേക്ക് ചെയ്താൽ 137-ലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ച ആ ഒരു ലെവലിലേക്കൊന്നും ഇന്ന് വരില്ല. 227 327. പിയുടെ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, സൂക്ഷിക്കണം. 136 134 141. ഓക്കെ, ഗ്യാപ്പ് ഫില്ല് നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഹൈ വോൾട്ടാലിറ്റി ആയിരിക്കും. കയറുന്നതിനൊപ്പം തന്നെ മാർക്കറ്റ് തിരിച്ചു വരാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ നമ്മളുടെ ഡ്യൂട്ടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. 131 മുതൽ 137 42 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും നമ്മൾ പറഞ്ഞ 182 ഭാഗത്തേക്കും അതും ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. ഇനിയുള്ള മൂവ്മെൻറ്റ് 212-15 ബ്രേക്ക് 218 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 235-ലേക്കും 235 ബ്രേക്ക് ചെയ്താൽ നമ്മുടെ 285 കൂടെ ഇനി ഫില്ല് ചെയ്യാനുള്ളൂ. പി സൈഡ് ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ ലെവലൊക്കെ ഓൾമോസ്റ്റ് ഫില്ലായി. RSI ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യാനുള്ള ചങ്കുറപ്പുള്ളവർക്ക് ഈസി ആയിട്ട് 137 എത്ര മുതലാ 95 100 നിന്നാണെങ്കിലും 37 പോയിന്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. അത്രയും ഹോൾഡ് ചെയ്യാനുള്ള 10 പോയിന്റ് കാണുമ്പോൾ തന്നെ മുട്ട് കൂട്ടിയിടിക്കുന്ന ആളുകളാണ് മെജോറിറ്റി ട്രേഡേഴ്സും. അത് ഹോൾഡ് ചെയ്യാനുള്ള ചങ്കുറപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പല മെത്തേഡിൽ പല ടൈമിലായിട്ട് 2 ടൈമിലായിട്ട് അത് ക്യാച്ച് ചെയ്തെടുത്തത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ സി മാത്രം എടുത്തു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നു, ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ഇവിടെ ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിൽ നടന്നേക്കണേ. അപ്പോൾ നമ്മൾ ഡബിൾ ചാർട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും.
ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇവിടെ നമുക്ക് 137 ഇട്ട് പ്രോഫിറ്റ് ആക്കി എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞത്. ഇപ്പോഴാണ് RSIയുടെ ഒരു ക്രോസ് ഓവർ, ഒരു പിൻബാർ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ 192 വരും. 82 10 92 16 പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട്. അതൊരു സ്റ്റോപ്പ് ലോസ് ഇടലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 190 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ പോയി. 212 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് സിയിലേക്കായിരിക്കും ഇനി മൂവ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കേസ് പറയാനുള്ളത്, അടുത്ത ഒരു ബിഗ് മൂവും കൂടെ ചിലപ്പോൾ എന്തിൽ വന്നേക്കാം, പിയിൽ ഒരു സാമാന്യം നല്ല രീതിയിലുള്ളൊരു മൂവ് ഒരെണ്ണം കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ട് കാത്തിരുന്ന് കാണാം. അതിനുമുമ്പ് സിയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇതൊരു പിൻബാറാണ്, പോസിറ്റീവ് സൈനാണ്. അത് വലിയ മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം 15 മിനിറ്റ്സിൽ വലിയൊരു റെഡ് ക്യാൻഡിൽ, ഒരു ഡോജി ക്യാൻഡിൽ, അതിനുശേഷം ഒരു ക്യാൻഡിൽ ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്. അത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആവുമോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സിയിൽ ആ പിൻബാറിന് ശേഷമുള്ള മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അത് 213 ടച്ച് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ 213 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ അത് 235 ഭാഗത്തേക്കോ അല്ലെങ്കിൽ 285 ഭാഗത്തേക്കോ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇൻ കേസ് അവിടെ എന്തെങ്കിലും എൻട്രി എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വെക്കാം. ഒരു ചെറിയൊരു റെഡ് ഇപ്പോൾ വരും, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. ഇരുന്നൂറ്റി 13 ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ലോവറിലൊരു ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ സിയിലൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് 214 എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. ഇനി 214 ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 226 പോകത്തുള്ളൂ. അപ്പോൾ അവിടെ ഉദ്ദേശം സ്കാൽപ്പ് ചെയ്യുകയാണെങ്കിൽ എത്ര പോയിന്റ് കിട്ടും? 205 മുതൽ 214 വരെ 8 പോയിന്റ്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് പോയപ്പോഴാണ് നമ്മൾ പറഞ്ഞതാണ് താഴത്തോട്ട് എന്തായാലും ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരും എന്നുള്ള കാര്യം. അവിടെയൊക്കെ സ്കാൽപ്പിങ്ങേ നടക്കത്തുള്ളൂ, ക്വിക്കായിട്ടുള്ള സ്കാൽപ്പിങ്ങേ നടക്കത്തുള്ളൂ. 15 മിനിറ്റ്സിൽ എന്തുകൊണ്ടാണ് പറയാൻ പറഞ്ഞതെന്നുള്ള കാര്യം, 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ ഇവിടെ ഒരു ഡോജി ക്യാൻഡിലാണ്, ഇതൊരു വലിയൊരു റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാലാണ് മുകളിലോട്ടുള്ളൂ. ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ലെങ്തി ആയുള്ളതിൻ്റെ ഒരു 80% ക്യാൻഡിലെങ്കിലും ഡൗൺ വന്നു കഴിഞ്ഞാൽ നേരെ SMA ഈ ക്യാൻഡിൽ, ഈ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ മുട്ടാനായിട്ടുള്ള ഒരു സെക്കൻഡ് പ്ലാൻ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അതൊരു പ്ലാൻ മാത്രമാണ്. അല്ലാത്ത പക്ഷം നമുക്ക് അടുത്ത മൂവ്മെൻറ്റിലേക്ക് പോവാം. 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 9:15, 9:45, 10:15 നമുക്കിനി നോക്കിയാൽ മതി എന്ന് പറഞ്ഞേ. അതായത് ഈ ക്യാൻഡിലിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത മുകളിലോട്ടോ ലോ ബ്രേക്ക് ചെയ്ത താഴത്തോട്ടോ മാർക്കറ്റ് വരില്ല. അതുവരെ ഇങ്ങനെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. 9:59, 10 മണിക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു ട്രിഗർ പോയിന്റിൽ ഇടിക്കാറുള്ളതാണ്. ഇന്നലത്തെ ഈ സ്ട്രൈക്കിൻ്റെ കണക്കും പ്രകാരം നമ്മൾ ഇന്നലെ നോക്കിയ സ്ട്രൈക്ക് എത്രയായിരുന്നു പിയിൽ? ഞാൻ ഓർക്കുന്നില്ലല്ലോ. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് നോക്കട്ടെ. 25,400 പി 208 നിൽക്കുന്നത്. ഇന്നലെ ഞാൻ മിച്ചമിട്ടിട്ട് പോയൊരു ലെവലുണ്ട്, 232. ഓർമ്മയുണ്ടോ? 200 അല്ലല്ല, 328.
125 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ലെവൽ അവിടെ കിടപ്പുണ്ട്. പക്ഷെ ഡി കെയിൽ കറങ്ങി തിരിഞ്ഞ് ഇറങ്ങിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ലോട്ടറി കോളൊക്കെ കിട്ടി ഉച്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ കയറും. അത് ഏത് ടൈം ഫ്രെയിം ഏത് ലെവലായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് നോക്കിയേക്കട്ടെ. 29 2:39. കറക്റ്റ് സപ്പോർട്ടാ 103-ലെടുത്ത്. എനിവേ നമുക്ക് ഇനിയിപ്പോൾ 130 ബ്രേക്ക് ചെയ്താൽ 133-ലേക്കോ 132-ലേക്കോ, അതായത് 2 മിനിറ്റ് കൂടെ ഉണ്ട് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ. ഈ ക്യാൻഡിൽ 2 മിനിറ്റ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ 133 എന്നുള്ളത് മഞ്ഞ ലൈൻ നേരെ 130-ലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം ഇവിടെ നിന്നൊരു ബ്രേക്ക് ചെയ്ത് കിട്ടിപ്പോയി. അപ്പോൾ 1:10 8 10 10:15 കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് പൊതുവെ അങ്ങനെ കിട്ടാറുണ്ട്. അതൊരു 3 മാസം മുമ്പ് ഇങ്ങനെ 10:15-ന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് പറന്നു പോയൊരു ചരിത്രമുണ്ട്, ഒരു വ്യാഴാഴ്ച, ഒരു 1-2 മാസം മുമ്പ്. അത് മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. $190 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 180 മേജർ സപ്പോർട്ടാണ്. ആ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ 152 140-ലേക്ക് സി ഫാളാവും. 212 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 225 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 285 ഭാഗത്തേക്കായിരിക്കും സിയുടെ മൂവ്മെൻറ്റ്. പിയിൽ 130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ 143-ലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടും. അതും ബ്രേക്ക് ചെയ്ത് പോയാൽ 165 192 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അതിലാദ്യം 165, സെക്കൻഡ് 192 വൈകുന്നേരം ആകുമ്പോൾ. അതേപോലെ ഇവിടെ ഇത്തിരി കൂടെ ഒന്ന് ഹൈറ്റ് ചെയ്ത് വെക്കണം. $207 211 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 225 അത് കഴിഞ്ഞാൽ 292 285. അത് കഴിഞ്ഞാൽ 292. ഇപ്പം ഇവിടെ 131 ആണ് SMA. നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് താഴത്തേക്ക് വന്ന് നിൽക്കുകയാണ്. പത്ത് 11 ആയിട്ടുണ്ട്. അപ്പം 131 ബ്രേക്ക് ചെയ്താൽ 135-ലേക്ക് ഒന്ന് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. ആ 135 ബ്രേക്ക് ചെയ്താൽ 137 135 ബ്രേക്ക് ചെയ്താലാണ് നമുക്കൊരു മൂവ്മെൻറ്റ് 165-ലേക്ക് സ്റ്റേബിളായിട്ട് കിട്ടത്തുള്ളൂ. $42.
അപ്പോൾ വീഡിയോയുടെ കൺക്ലൂഷൻ പറയാം. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വീഡിയോ എന്തായാലും ഞാൻ പോസ് ചെയ്യുന്നു. അടുത്ത ടാർഗറ്റ് എത്തുമ്പോൾ വീഡിയോ ഓൺ ചെയ്യുന്നതാണ്. നമ്മൾ ഏതിലാ പറഞ്ഞ 180 എന്നുള്ള ലെവലിലാണ്. വളരെ സ്ട്രോങ് സപ്പോർട്ടാണെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ 180 ഹിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ 130 ബ്രേക്ക് 131 ബ്രേക്ക് ചെയ്താൽ 135 വരെ തൽക്കാലം പോകാനായിട്ട് ചാൻസ് ഉള്ളൂ. പിന്നെ 137 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു കൺഫേം മൂവ് 165 കിട്ടത്തുള്ളൂ. അതായത് 180 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് CE 152 ഫാൾ ആവത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഫാള് 52 8 60 22 പോയിന്റ് നമുക്ക് 138 40 165 എടുക്കാനായിട്ട് പറ്റും. 65 എടുക്കാനും പറ്റില്ലെങ്കിലും ഏകദേശം ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രണ്ട് സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പേസാണ്. അതാണ് നമ്മൾ 135 136 വരെ പോയിട്ടുള്ളൂ. ഒരു 4 പോയിൻറ്റ് 131 മുതൽ 135 വരെയുള്ള ഒരു 4 പോയിൻ്റ് നമുക്കവിടെ കിട്ടിയിട്ടുള്ളൂ. കാരണം 180 സ്ട്രോങ് സപ്പോർട്ടായതുകൊണ്ടാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് ഫാൾ ആവത്തുള്ളൂ. അതാണ് ഇവിടെ 137 കൂടെ ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു റൈഡ് പ്രതീക്ഷിക്കാം. അത് 165 192 വരെ പോകാം. പക്ഷെ ഇവിടെ RSIയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരു റിവേഴ്സബിൾ ആയിട്ടുള്ള ഒരു സൈനിൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സസ്റ്റെയിൻ ചെയ്ത് പോയാൽ 207 211 ബ്രേക്ക് ചെയ്താൽ 225 225 സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 4 സ്റ്റെപ്പുണ്ട്. ടിപ്പ് അടിക്കാനുള്ള 4 സ്റ്റെപ്പുണ്ട്. അതായത് 1 211 അവിടെയും ബ്രേക്ക് ചെയ്താൽ 285. നമ്മൾ മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ് ഓൾറെഡി എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നേരെ താഴത്തോട്ട് വന്നിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് താഴത്തോട്ട് വന്നിട്ടുണ്ട്. അത് ഇൻഡെക്സിൽ ഫ്യൂച്ചറിൽ ഓൾമോസ്റ്റ് 15 മിനിറ്റ്സിൽ ഗ്യാപ്പ് ഫില്ലിങ് ഓൾറെഡി നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് 10:15 ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണേ. അപ്പം അത് ഇവിടെ ഈ ഒരു 25 265 ബ്രേക്ക് ചെയ്ത് വന്നാൽ ഈ SMA മാർക്കറ്റ് ഫാളാവും. അവിടെ നിന്നൊരു ഫാൾ വന്നു കഴിഞ്ഞാൽ 25 207 മാർക്കറ്റ് ഫാൾ ആവണേ. കാരണം ഓൾറെഡി അപ്പർ സൈഡിൽ 15 മിനിറ്റ്സ് കുറേ നേരമായിട്ട് നിൽക്കുക. അപ്പോൾ അത് ഈ 30 മിനിറ്റിൻ്റെ RSI ഡൈവർജൻസ് ആവാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 30 മിനിറ്റിൻ്റെ ഇവിടെ ഇത്രയും വലിയൊരു ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഡോജി ക്യാൻഡിലാണ്. അപ്പോൾ കണക്കും പ്രകാരം ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള ക്യാൻഡിലിൽ സിംഗിൾ ക്യാൻഡിലിൽ തന്നെ 25 212 30 മിനിറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സീഡ് എൻട്രി ഇത്തിരി വൈഡായിട്ട് ഇട്ടതിൻ്റെ റീസൺ. 200 197 ഇട്ടതിൻ്റെ റീസൺ അതാണ്. എന്തായാലും ഇപ്പോൾ 117 ഇവിടെ 195 അല്ല. പിന്നെ രണ്ടും ഹെഡ്ജ് ചെയ്യണം. 5 മിനിറ്റിൽ RSI ഒരു ക്രോസ് ഓവർ കംപ്ലീറ്റ് വരണം. മടക്ക് സൂചനകളൊക്കെ തന്നിട്ടേ ഉള്ളൂ. ഒരു തവണ കൂടെ 135 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 135 137 ബ്രേക്ക് ചെയ്താൽ ഇപ്പോൾ ഒന്നാമത്തെ അറ്റംപ്റ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ അറ്റംപ്റ്റ് കഴിഞ്ഞു, മൂന്നാമത്തെ അറ്റംപ്റ്റിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരൊറ്റടിക്ക് 165 പോകേണ്ടതാണ്. പിന്നെ എക്സ്പയറി ആയതുകൊണ്ട് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് 192 പോകുന്നുള്ള കാര്യങ്ങൾ നോക്കണം. എന്താണെന്ന് വെച്ചാൽ 30 മിനിറ്റിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്പോട്ട് 25 212 അതൊക്കെ നമ്മുടെ കാൽക്കുലേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് അതേപോലെ നടക്കട്ടെ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. 156. നമ്മൾ പറഞ്ഞത് 165 ആണ്. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതിനുള്ള ഉത്തരമാണ് ഇവിടെ കാണുന്നത്. കാരണം SMA 15 മിനിറ്റ്സിൽ ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്തത് കൊണ്ട് മാത്രമാണ് മാർക്കറ്റ്
ഒന്ന് അവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് 10:15 ശേഷമായിരിക്കും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവണേ. 10:15 ശേഷമായിരിക്കും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവണമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഒരു ലെങ്തി ക്യാൻഡിൽ, ഒരു ഡോജി ക്യാൻഡിൽ, ഒരു ലെങ്തി ക്യാൻഡിൽ. അപ്പോൾ നമ്മുടെ ചാർട്ടിൽ എവിടം വരെ ആയി കാണും? 165 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, 152 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഏകദേശം 30 മിനിറ്റിലും ഓൾമോസ്റ്റ് ഡണ്ണാണ്. 165 ഡണ്ണാണ്. പിന്നെ ഇവിടെ നിന്ന് മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റ് നെക്സ്റ്റ് ക്യാൻഡലിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 192 ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 10:15 മാർക്കറ്റിൽ ഇനിയൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ വോളിയം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് 10:15 വരെ നമ്മൾ ക്ഷമയോടുകൂടി ഒന്ന് കാത്തിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. അത് വേറൊന്നും കൊണ്ടല്ല, ഈ 30 മിനിറ്റിൻ്റെ ഡോജി ക്യാൻഡിൽ ഒന്ന് ഫോം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത്. അതിനുശേഷമാണ് മാർക്കറ്റിൽ ഡംപ് ഉണ്ടായി. അത് 25,245 ഫാളായി. അതേപോലെ തന്നെ ഇൻഡെക്സ് ചാർട്ടിൽ എന്തായി അവസ്ഥയെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. ആ ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ 1, 2, 3, 4, 5, 6, 7, 8 ക്യാൻഡിലാണ് ഇവിടെ കൺസോൾട്ടേഷൻ ആയിരിക്കണേ. ആ കൺസോൾട്ടേഷൻ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് 25,136 15 മിനിറ്റ്സിലും RSI ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 2-3 ട്രേഡിലാണെങ്കിലും നമുക്ക് 105 മുതൽ 165 വരെ 3-4 ട്രേഡിലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും വലിയ വിഷയങ്ങളൊന്നും വരാനില്ല. 165 വരെയുള്ള ട്രേഡ് ഓൾമോസ്റ്റ് നമുക്ക് ഡണ്ണാണ്. എനിവേ, ആ ഒരു ടാർഗറ്റും വളരെ കൃത്യമായിട്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ടാർഗറ്റ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 192 കൂടെ കിട്ടുമെന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, 49 മിനിറ്റായി. മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 30 മിനിറ്റിൽ വലിയ ക്യാൻഡിൽ, ഡോജി ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിൽ ഈ ഒരു ലെങ്തി ക്യാൻഡിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രതീക്ഷിച്ചേ? 135 ബ്രേക്ക് ചെയ്താൽ വളരെ ഫാസ്റ്റായിട്ട് മാർക്കറ്റ് 165ലേക്ക് പോകും. എന്തുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടിയത്? കാരണം ഈ 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ലെങ്തി ക്യാൻഡിൽ ഉണ്ടാവേണ്ടതായതുകൊണ്ടാണ്. അതെന്താണ് ഉണ്ടാകേണ്ടത് കൊണ്ടാണ് അത്രയും വലിയൊരു ലെങ്തി ക്യാൻഡിൽ വന്നത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ധൃതി പിടിച്ച് ഇനിയൊരു മൂവ്മെൻ്റ് ഇല്ല. ഇവിടുത്തെ കൺസോൾട്ടേഷനാണ് 152 വരെ മാർക്കറ്റ് 180 നിന്ന് ഫാളായി. ആ 25 പോയിന്റ് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് പിടിച്ചു. ഇനി എവിടെയാണ് ഒരു മൂവ്മെൻറ്റ്? 170 ബ്രേക്ക് ചെയ്താൽ 192ലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് സ്ക്രോൾ ചെയ്തിട്ടേക്കാം. $25,225 എന്നുള്ള പ്രീവിയസ് കൺസോൾട്ടേഷൻ ഡേ, വെനസ്ഡേ, കഴിഞ്ഞതിന് മുമ്പത്തെ ബുധനാഴ്ചത്തെ ഏതാണ്ട് ഒരു ബുധനാഴ്ചയിലാണ് വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇനി 25,205 മാർക്കറ്റ് ഫാളാവത്തുള്ളൂ. അപ്പോൾ എനിവേ, വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. ഇത്രയൊക്കെ മതി. കഴിഞ്ഞ 2 ദിവസം ഫുൾ ഡേ ഇരുന്നതാണ്. അപ്പോൾ നമുക്കിനി 2:30 മീറ്റ് ചെയ്യാം. അപ്പോൾ അതുവരെ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഓക്കെ, നമ്മുടെ സമയം 11:03 നമ്മുടെ ലൈവ് സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുന്നത് ഇപ്പോൾ ഒരുമിക്കം എല്ലാ 2-3 ദിവസമായിട്ടുള്ള ഗ്രൂപ്പിലും കൺസോൾട്ടേഷനാണ്, റേഞ്ച് ബോണ്ടാണ്, അപ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മളൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും നമുക്ക് ശ്രദ്ധിച്ചിരുന്ന പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ലൈവ് വ്യൂ അനലൈസ് കൊണ്ട് ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയോട് എടുക്കാനും പറഞ്ഞിട്ടില്ല, വിൽക്കാനും പറഞ്ഞിട്ടില്ല. ഞാൻ വ്യൂ ആണ് അനലൈസ് ചെയ്ത്, അപ്പ് ആൻഡ് ഡൗൺ വ്യൂ ആണ് അനലൈസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ടാലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും. ലൈവിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ഒരു തോന്നലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് 404 എടുത്തിട്ടുണ്ട്, 2,490 എടുത്തിട്ടുണ്ട്,
1196, 958 എന്ന് വെച്ചാൽ നമ്മൾ വലിയ വലിയ 50,000 ലോട്ടിട്ട ആളുകളെയൊന്നും അല്ല നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 2426, 1303, 1997. അപ്പോൾ അതിനുശേഷം ഇന്നലെ പക്ക കൺസോൾട്ടേഷനായ മാർക്കറ്റിലാണ് 160 മുട്ട് 53 പോയിന്റ് നല്ല രീതിയിൽ ഡ്രൈവ് കിട്ടിയത്. അതിൻ്റെ വ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അപ്ഡേറ്റ് അപ്പോൾ ചെയ്യുന്നുണ്ട്. 713, 2124 ഇന്നലത്തെയാണിത്. 184, 5803, 352, 2300, 2046. അതേപോലെ തന്നെ സെപ്റ്റംബർ 4-ാം തീയതി 587. അതിനുശേഷം അതിന് മുമ്പത്തെ ദിവസം അതിലും ഭയങ്കര കൺസോൾട്ടേഷൻ ആയിരുന്നു. അന്നും ചെറിയ രീതിയിൽ ആളുകൾ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. 5816 ആ റേഞ്ചിലൊക്കെ മറ്റുള്ളവർ ചെറിയ രീതിയിൽ 4473, 1645. കഴിഞ്ഞ 3 ദിവസം സംബന്ധിച്ച് ഒരുമിക്ക എല്ലാ വീഡിയോസിലും എന്താണ് മാർക്കറ്റ് ഭയങ്കര കൺസോൾട്ടേഷനാണ്. ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഒരു എൻട്രി എക്സിറ്റ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുന്നതാണ് എന്നറിയിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. അതേപോലെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. എൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. നമ്മൾ ഡിസിപ്ലിനായിട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ കോൾ ഔട്ട് ഇപ്പോൾ പ്രതീക്ഷിക്കരുത്. എടുക്കാനും വിൽക്കാനും പറയില്ല. കഷ്ടപ്പെട്ട് കൂട്ടത്തിൽ നിന്ന് പഠിച്ച് നാളെ നല്ലൊരു ട്രേഡർ ആവാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എനിവേ, ഓൾ ദി ബെസ്റ്റ്.